أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम एक जगह फरमाते हैं, ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, വിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ അസ്തിത്വം ജനങ്ങളിൽ സ്ഥാപിച്ചു കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എല്ലാ സമുദായങ്ങളുടെയും വിശ്വാസം അങ്ങേയറ്റം ക്ഷയിച്ച അവസ്ഥയിലാണുള്ളത്. പരലോകത്തെ കേവലം കഥയായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഭൗതിക പദവികളിലും സ്ഥാനമാനങ്ങളിലും ഭൗതിക മാധ്യമങ്ങളിൽ ഉള്ളതുപോലുള്ള ദൃഢവിശ്വാസം ഒരിക്കലും തന്നെ അള്ളാഹുവിലും പരലോകത്തും ഇല്ല എന്നതാണ് ഓരോ മനുഷ്യന്റെയും വ്യവഹാരങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഭാഷണങ്ങൾ പലതുമുണ്ട്, എന്നാൽ ഹൃദയങ്ങളിൽ ഭൗതികതയോടുള്ള ആസക്തിയാണ് മികച്ചു നിൽക്കുന്നത്. ഹദ്രത്ത് മസീഹ് യഹൂദികളെ കണ്ടതും ഇതേ അവസ്ഥയിലായിരുന്നു. വിശ്വാസക്ഷയത്താൽ യഹൂദികളുടെ ധാർമ്മികാവസ്ഥയും വളരെ വികൃതമായിരുന്നു. ദൈവിക സ്നേഹം ഇല്ലാതായിരുന്നു. ഇപ്പോൾ എന്റെ കാലഘട്ടത്തിലും ഇതേ അവസ്ഥയാണ്. അതിനാൽ സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കാലഘട്ടം വീണ്ടും വരുന്നതിനും ഹൃദയങ്ങളിൽ ഭയഭക്തി ഉടലെടുക്കുന്നതിനും വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും ഇത് തന്നെയാണ്. ആകാശം ഭൂമിയിൽ നിന്നും വളരെ വിദൂരപ്പെട്ട ശേഷം വീണ്ടും സമീപസ്ഥമാക്കുമെന്നും പറയപ്പെട്ടിരിക്കുന്നു. നാം ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗ ലക്ഷ്യത്തെ എത്രത്തോളം പൂർത്തിയാക്കുന്നവരാണ് നാം എന്നത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ മഹാത്മാവ് പ്രഖ്യാപിച്ചത്. നമ്മുടെ വിശ്വാസം ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും വിശകലനം ചെയ്യേണ്ടതാണ്. പറയുന്നു, ദൈവാസ്തിക്യം സ്ഥാപിതമാകുമ്പോഴാണ് വിശ്വാസം ദൃഢമാകുന്നത്. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകുമ്പോഴാണ് വിശ്വാസം ദൃഢമാകുന്നത്. അദ്ദേഹം പറയുന്നു, ഭൗതിക പദവികളുടെ സ്ഥാനമാനങ്ങളിലുള്ള വിശ്വാസം ഇക്കാലത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ അധികരിച്ചിരിക്കുന്നു. അള്ളാഹുവിന് പകരമായി ഭൗതികതയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ദൈവത്തിലുണ്ടാകേണ്ട വിശ്വാസത്തിന് രണ്ടാം സ്ഥാനമാണുള്ളത്.
ഭൗതികർക്കും नजर दौड़ाएं ഭൗതിക വസ്തുക്കൾക്കുമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. നാം നമ്മുടെ ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ नजर ഈ ഒരവസ്ഥയാണ് सिर्फ ये देखने നമുക്ക് ദൃശ്യമാകുന്നത്. എന്നാൽ आज दुनिया ഇന്ന് ലോകം അള്ളാഹുവിനേക്കാൾ കൂടുതലായി ഭൗതിക വസ്തുക്കളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയാകരുത് നാം നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കേണ്ടത്. हो कि हम अपने जायजे लें, പ്രത്യുത हम दुनियावी നാം ഭൗതിക മാധ്യമങ്ങളിലാണോ അള്ളാഹുവിലാണോ കൂടുതൽ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതുമെന്ന് എന്ന ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. उस तरह नहीं पहचान सके നാം ബൈഅത്ത് ചെയ്തതിനു ശേഷവും അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട നിലയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ബൈഅത്ത് हमारा നമുക്ക് ഗുണകാരിയായിരിക്കുകയില്ല. कहलाना कोई कीमत नहीं रखता. अगर आज हम അഹമ്മദി എന്ന് സ്വയം നമ്മെ വിശേഷിപ്പിക്കുന്നതിൽ दुनियावी मालकों को खुश कर യാതൊരു വിലയുമില്ല. और ये ഇന്ന് നാം खुदा ताला को खुश करने से നമ്മുടെ ഭൗതിക യജമാനന്മാരെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ചിന്തയിലാണെങ്കിൽ बेसुध അവരെ പ്രസാദിപ്പിക്കുന്നത് അള്ളാഹുവിനെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണെങ്കിൽ आपसे किए നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശത്തെ പൂർത്തിയാക്കുന്നവരാകില്ല. दुनिया के रस्मों നാം ആ മഹാത്മാവിന് നൽകിയ അനുസരണ പ്രതിജ്ഞയെ तालीम पर പാലിക്കുന്നവരാകില്ല. दे रहे हैं. അഥവാ നാം ഭൗതിക ആചാരാനുഷ്ഠാനങ്ങൾക്ക് ദീനീ അധ്യാപനങ്ങളെക്കാൾ പരിഗണന നൽകുകയാണെങ്കിൽ से तो दावे हैं. സ്വയം അഹമ്മദി എന്ന് വിശേഷിപ്പിക്കുന്നത് കേവലം നാമമാത്രമായിരിക്കും. ആ മഹാത്മാവ് പറയുന്നു, പ്രസ്താവനകൾ പലതാണ്. അള്ളാഹുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും ഉന്നത അസ്തിത്വമായി പരിഗണിക്കുന്നത്. अमलन दिलों ദൈവസ്നേഹം ഞങ്ങളുടെ മറ്റെല്ലാ സ്നേഹത്തെയും കീഴടക്കിയിരിക്കുന്നു എന്നെല്ലാം. എന്നാൽ പ്രാവർത്തിക രൂപത്തിൽ नजर आता है അവരുടെ ഹൃദയങ്ങളിൽ क्या मुसलमान ഭൗതിക സ്നേഹമായിരിക്കും മികച്ചു നിൽക്കുന്നത്. हर एक നമ്മുടെ നാനാഭാഗത്തും ദൃശ്യമാകുന്നതും ഇത് തന്നെയാണ്. दुनिया की മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ और बेहद എല്ലാവരും തന്നെ ഭൗതികാസക്തിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഭൗതിക കളിതമാശകളും मुसलमानों को അശ്ലീലതകളും नमाजों को हुक्म है ദൈവസ്മരണയെ വിദൂരതയിലെത്തിച്ചിരിക്കുന്നു. की रजा और उसकी मोहब्बत की वजह से മുസ്ലിങ്ങൾക്ക് इस इबादत 5 നേരം നമസ്കരിക്കുവാനുള്ള കൽപ്പനയുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയും हाल സ്നേഹവും കരസ്ഥമാക്കുന്നതിനുള്ള കൽപ്പനയാണിത്. എന്നാൽ അവസ്ഥ हाथ से ഇതിന് തികച്ചും വ്യത്യസ്തമായതാണ്, दूसरों पर नजर डालता है തികച്ചും വിരുദ്ധമാണ്. तो उसे सबसे पहले ഒരു അഹമ്മദി की जरूरत है. ഈ നിലയിൽ क्या हम മറ്റുള്ളവരെ വീക്ഷിക്കുമ്പോൾ को खुदा ताला के हुक्म मुताबिक ആദ്യമായി സ്വയം ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. നമ്മുടെ നമസ്കാരങ്ങൾ क्या हम അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണോ അനുഷ്ഠിക്കുന്നത്? अपनी इबादतों को करने की कोशिश कर रहे हैं या नहीं? അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് നാം नहीं ആരാധനകൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ? रसूलुल्लाह के इस दावे की नफी कर रहे हैं कि ഇല്ല എങ്കിൽ का मकसद അള്ളാഹുവിൽ ദൃഢവിശ്വാസം സംജാതമാക്കുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനത്തെ നിഷേധിക്കുന്നവരായി നാം മാറുന്നതാണ്. आसमान को ആ മഹാത്മാവിന്റെ ആഗമന ലക്ഷ്യം സത്യത്തിന്റെ കാലഘട്ടത്തെ വീണ്ടും സ്ഥാപിതമാക്കുക എന്നതാണ്. ആകാശത്തെ ഭൂമിയോട് അടുപ്പിക്കുക എന്നതാണ്. और अमाल की അതായത് അള്ളാഹുമായി ദൃഢബന്ധം സ്ഥാപിക്കുക എന്നത്. इस्लाम के दावे की नफी नहीं നാം നമ്മുടെ വിശ്വാസത്തിലെയും കർമ്മങ്ങളിലെയും ന്യൂനത കൊണ്ട് ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തെ നിഷേധിക്കുന്നവരായി മാറുക മാത്രമല്ല ചെയ്യുന്നത്, പ്രത്യുത हमारे ईमान ആ മഹാത്മാവിന്റെ सिर्फ ആഗമനത്തോടൊപ്പം നടപ്പിലായ അനുഗ്രഹങ്ങളിലും പങ്കാളികളാകുന്നില്ല. दूसरे पर വിശ്വസിച്ചിരിക്കുന്നു എന്ന നമ്മുടെ വാദം കേവലം വാക്കുകൾ മാത്രമാകുന്നു. അതിനാൽ कैसा है उसका अमल മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് कमजोरी है.
അവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണ്, अपने जायजे लेने की जरूरत അവരുടെ വിശ്വാസം എങ്ങനെയാണ്, है। वो क्या कर അവരിൽ എന്തെല്ലാം ന്യൂനതകളാണുള്ളത് किस हद तक എന്ന് വീക്ഷിക്കുന്നതിന് പകരമായി अहद बैत को पूरा താനെന്താണ് ചെയ്യുന്നത്, അനുസരണ പ്രതിജ്ഞയെ എത്രത്തോളം പാലിക്കുന്നുണ്ട്, आप अलैहिस्सलाम के मकसद को पूरा कर रहा है। ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശ്യത്തെ कोशिश कर रहा എത്രത്തോളം പൂർത്തിയാക്കാനായി ശ്രമിക്കുന്നുണ്ട്, है अपनी अखलाकी हालत को സൽക്കർമ്മങ്ങൾ ചെയ്യാനായി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്, किस हद तक സ്വന്തം ധാർമ്മികാവസ്ഥയെ സമുദ്ധരിക്കുന്നതിനായി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്, हज़रत मसीह ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞയെ എത്രത്തോളം പാലിക്കുന്നുണ്ട് 10 എന്നുള്ള ആത്മപരിശോധനയാണ് ഓരോ അഹമ്മദിയും ചെയ്യേണ്ടത്. अगर तुम ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ या शामिल होने वाले ബൈഅത്തിന്റെ 10 നിബന്ധനകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അഥവാ നിങ്ങൾ എന്റെ ജമാഅത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ പങ്കാളികളാണെന്ന് പറയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, वक्त होगा ഞാനുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. पूरा उतरोगे। इनकी जुगाली करते रहो, ബൈഅത്തിന്റെ ഈ നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് तुम्हारे ഈ ബന്ധം സ്ഥാപിതമാകുക. और तुम्हारी अखलाकी हालतें भी നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ധാർമ്മിക അവസ്ഥ അഭിവൃദ്ധിപ്പെടുന്നതിനും വേണ്ടി അവയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. इस्लाम ने हमें मुख्तलिफ मौके पर बड़ी शिद्दत और दर्द से नसीहत फरमाई है। ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സന്ദർഭങ്ങളിൽ मेरी तरफ मंसूब होते हो, വളരെ मेरी बैत में आने का ऐलान ശക്തമായും വേദനയോടും കൂടി നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, तुम्हारे എന്റെ ബൈഅത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന नुमायां तब्दीलियां पैदा ഞാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്ന നിങ്ങൾ, तुम में അഹമ്മദി എന്ന് പറയപ്പെട്ടതിനു ശേഷം നിങ്ങളിൽ സ്പഷ്ടമായ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിലും അന്യരിലും യാതൊരു വ്യതിരിക്തതയും ഉണ്ടാകുന്നതല്ല. उस सतह तक बुलंद हो जहां हज़रत मसीह मौद अलैहिस्सलाम हमें देख അതിനാൽ നമ്മുടെ നന്മകളുടെ നിലവാരം ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ ആഗ്രഹിച്ച നിലയിലായി തീരുന്നതിന് आप अलैहिस्सलाम നാം പരിശ്രമിക്കേണ്ടതാണ്. मुख्तलिफ औकात में फरमाई, വിവിധ സന്ദർഭങ്ങളിൽ उनका मैं ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ബൈഅത്ത് ചെയ്തവർക്ക് നൽകിയ ഉപദേശങ്ങൾ സംക്ഷിപ്തമായി ഞാൻ കേൾപ്പിക്കുന്നതാണ്. ऐसी बैत से हिस्सेदार होना ആ മഹാത്മാവൊരിടത്ത് പറയുന്നു, मुश्किल होता है, വെറും ബൈഅത്ത് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. ഇത്തരത്തിലുള്ള ബൈഅത്തിൽ പങ്കാളികളാകുക हिस्सेदार नहीं बना जा सकता। പ്രയാസകരമാണ്. ना इनामात का वारिस बनता है, അതായത് ഈ ബൈഅത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പങ്കാളിയാകുന്നില്ല. മാത്രമല്ല में ബൈഅത്ത് ചെയ്യുന്നവർക്കായി അള്ളാഹു നിർണയിച്ചിട്ടുള്ള ഉപഹാരങ്ങൾക്ക് അവകാശികളാകുകയുമില്ല. വെറും ബൈഅത്ത് മാത്രമാണെങ്കിൽ हिस्सेदार होगा जब अपने वजूद को तरक्की करके बिल्कुल പറയുന്നു, സ്വന്തം അസ്തിത്വത്തെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് यानी जिसकी बैत की है उसके साथ हो जाए। അവരോട് സമീപസ്ഥമാകുമ്പോൾ മാത്രമാണ് അതിൽ പങ്കാളികളാവുക. आया ताल्लुकात को बढ़ाना അതായത് ആരിലാണോ ബയ്യത്ത് ചെയ്തത് അവരോടൊപ്പമായി തീരുക, बड़ा जरूरी। അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക. अगर വീണ്ടും പറയുന്നു, ताल्लुकात को ബന്ധത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. तालिब नहीं बढ़ाता और അന്വേഷകൻ, അതായത് ബയ്യത്ത് ചെയ്ത വ്യക്തി तलब करना चाहिए, ഈ ബന്ധത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നില്ല എങ്കിൽ, अगर वो नहीं बढ़ाता ये ताल्लुकात അതായത് അള്ളാഹുമായും ബയ്യത്ത് ചെയ്ത से भी ताल्लुक, വ്യക്തിയുമായുള്ള ബന്ധത്തെ, बैत की है उससे भी ताल्लुक, അവരുടെ शिकवा പരാതിയും ഖേദപ്രകടനവും फिर ये शिकवा നിഷ്പ്രയോജനങ്ങളാകുന്നു. कि अल्लाह ताला मुझे उन इनामात से नवाज रहा जिनका वादा है വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ कि मोहब्बत എന്തുകൊണ്ട് നൽകുന്നില്ല ताल्लुक എന്ന് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. इंसान പറയുന്നു, സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധം സാധിക്കുന്നത്ര അഭിവൃദ്ധിപ്പെടുത്തേണ്ടതാണ്. മനുഷ്യൻ നടപടിക്രമങ്ങളിലും ആദർശങ്ങളിലും कि हम रंग हो तरीक ആത്മ ഗുരുവിന്റെ एतकाद में या जिस तरीके സദൃശ്യനാകേണ്ടതാണ്. से बैत की है उसके तरीक पर चलो और एतकादी लिहाज से भी उस मयार को हासिल करो। അതായത്
ആരുടെ നിലപാടാണോ പിൻപറ്റുന്നത്, फिर फरमाते हैं कि ആരിലാണോ ബയ്യത്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ രീതി പിൻപറ്റേണ്ടതാണ്. इबादत की तरफ झुकना വിശ്വാസാദർശങ്ങളിലും ആ നിലവാരം കരസ്ഥമാക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, सुबह से लेकर शाम तक വേഗത്തിൽ വിശ്വസ്തതയിലേക്കും ആരാധനയിലേക്കും ചായേണ്ടതാണ്. सच्चाई और इबादत के मयार हासिल करने പ്രഭാതം മുതൽ പ്രദോഷം വരെ सुबह से शाम तक കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ऐसे लो कि क्या तुम സത്യസന്ധതയുടെയും ആരാധനകളുടെയും നിലവാരം കരസ്ഥമാക്കാനായി ശ്രമിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ ख्याल करो എന്താണ് കരസ്ഥമാക്കിയത് എന്നുള്ളത് അവലോകനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. खुदा ताला राजी हो जाता വീണ്ടും അദ്ദേഹം പറയുന്നു, है। ये तो सिर्फ पोस्ट है। ബൈഅത്ത് ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് ധരിക്കരുത്. अक्सर कानून कुदरत यही है कि एक छिलका होता ഇത് കേവലം ആവരണം മാത്രമാകുന്നു, है, സത്ത അതിനുള്ളിലാകുന്നു. चीज नहीं। ഒരു തൊലിയും मग्ज ही അതിനുള്ളിൽ കഴമ്പും എന്നതാണ് പൊതുവായ പ്രകൃതി നിയമം. ऐसे होते हैं कि उनमें मग्ज रहता തൊലി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, है और मुर्गी की हवाई കഴമ്പാണ് എടുക്കപ്പെടുന്നത്. जिनमें ना ചിലതിൽ കഴമ്പ് തന്നെ ഉണ്ടാകാറില്ല. जो किसी काम नहीं आ सकते ചിലത് और रद्दी की तरह फेंक दे। മഞ്ഞക്കരുവോ വെള്ള ഇല്ലാത്ത പാഴ് കോഴിമുട്ട പോലെയാകുന്നു. जो बैत അതൊന്നിനും ഉപകരിക്കില്ല, दावा करता है ഉപയോഗശൂന്യമായതിനെ പോലെ വലിച്ചെറിയപ്പെടുന്നു. अपने अंदर नहीं, അതേപോലെ ബൈഅത്തിന്റെയും यानी വിശ്വാസത്തിന്റെയും വാദം പുറപ്പെടുവിക്കുന്ന വ്യക്തി അഥവാ ഇവ രണ്ടിന്റെയും സത്ത സ്വായത്തമാക്കിയിട്ടില്ല എങ്കിൽ, അതായത് ബയ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, जरा सी चोट से അവരുടെ പ്രവർത്തനം അതിനനുസരിച്ചല്ല എങ്കിൽ അവർ ഭയപ്പെടേണ്ടതാണ്. ഒരു പാഴ്മുട്ട പോലെ നിസ്സാര ആഘാതത്താൽ പോലും തുണ്ടം തുണ്ടമാക്കപ്പെടുന്ന കാലം വരുന്നതാണ്. उसको टटोलना चाहिए कि क्या मैं അതിനാൽ या मग्ज ബയ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദം പുറപ്പെടുവിക്കുന്നവർ തങ്ങൾ വെറും തൊലി മാത്രമാണോ അതോ കഴമ്പാണോ എന്നത് വിശകലനം ചെയ്തു നോക്കേണ്ടതാണ്. കഴമ്പ് ഉടലെടുക്കാത്തിടത്തോളം വിശ്വാസം, സ്നേഹം, അനുസരണം, गलत है, ബൈഅത്ത്, ആദർശം, मेरी मोहब्बत है। ശിഷ്യത്വം, ഇസ്ലാം എന്നിവയുടെ വാദി യഥാർത്ഥവാദിയാവുകയില്ല. അതെല്ലാം കളവാകുന്നു. വിശ്വാസമില്ല, इत्कादी तौर पर സ്നേഹമില്ല, പരിപൂർണ അൻസാരിയല്ല, ബൈഅത്ത് ചെയ്തിട്ടില്ല, सच्चा मुसलमान हूँ, फरमाया ये सिर्फ दावे हैं। ആദർശങ്ങൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് തെളിയിക്കുന്നുമില്ല. बस बैत के बाद ईमान में ഇതെല്ലാം കേവലം വാദങ്ങൾ മാത്രമാകുന്നു. मोहब्बत में भी तरक्की होनी चाहिए। अल्लाह ताला से मोहब्बत അതിനാൽ ബൈഅത്തിന് ശേഷം വിശ്വാസത്തിലും അഭിവൃദ്ധി ഉണ്ടാകേണ്ടതാണ്, സ്നേഹത്തിലും അഭിവൃദ്ധി ഉണ്ടാകേണ്ടതാണ്. की वजह से അള്ളാഹുവിനുള്ള സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെക്കാളും ഉപരിയായിരിക്കേണ്ടതാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. मोहब्बत हो। मसीह मऊद अलैहि പിന്നീട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ खिलाफत से मोहब्बत हो। അവന്റെ ഏറ്റവും പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരിക്കണം. മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സ്നേഹമുണ്ടായിരിക്കണം. ഖിലാഫത്തിനോടും സ്നേഹമുണ്ടായിരിക്കണം. इताअत के പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം. करो। इताअत ये नहीं कि खलीफा वक्त के या പിന്നീട് പറയുന്നു, के फैसले അനുസരണത്തിന്റെ നിലവാരം കരസ്ഥമാക്കുക. कबूल कर लिए കാലത്തിന്റെ ഖലീഫയുടെ और जो ജമാഅത്ത് വ്യവസ്ഥിതിയുടെ ना हुए തീരുമാനങ്ങൾ തന്റെ ഇഷ്ടത്തിനനുഗുണമാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും इतराज करने शुरू कर दिए। തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ फरमाया कि ये बैत അതിന് വിവിധ നിർവചനങ്ങൾ നൽകുകയും तो फिर ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക എന്നതല്ല അനുസരണം. പറയുന്നു, ബയ്യത്ത് ചെയ്തതാണെന്ന വാദമുണ്ടെങ്കിൽ അനുസരണവും ये बैत का പരിപൂർണമായിരിക്കണം. एतकाद का दावा, मुरीदी का दावा और इस हकीकी അതിനാൽ ബയ്യത്തിന്റെ വാദവും വിശ്വാസത്തിന്റെ വാദവും ശിഷ്യത്വത്തിന്റെ വാദവും യഥാർത്ഥ ഇസ്ലാമിനനുസരിച്ച് के आज പ്രവർത്തിക്കുന്നുവെന്ന വാദവും, അതായത് യഥാർത്ഥ മുസ്ലിമാണെന്ന വാദവും യഥാർത്ഥ വാദമായി തീരുന്നത് सब कुछ ഇന്ന് ബയ്യത്ത് ചെയ്തതിനു ശേഷം ഒന്നും തന്നെ എന്റേതല്ല, മറിച്ച് അള്ളാഹുവിന്റേതായി തീർന്നിരിക്കുന്നു. बैत का मकसद है कि अपने आप को बेच देना। അവന്റെ ദീനിനു വേണ്ടിയായിരിക്കുന്നു എന്ന് വിളംബരപ്പെടുത്തുമ്പോഴാണ്. फरमाया कि याद रख സ്വയം തന്നെ വിൽക്കുക എന്നതാണ് ബയ്യത്തിന്റെ ഉദ്ദേശം. दिली करनी जरूरी होती है। പിന്നീട് ഒരു സുഹൃത്തിന് ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, दिली ना की ബയ്യത്തിനു ശേഷം പരിവർത്തനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. ബയ്യത്തിനു ശേഷവും मजाक उड़ा തന്റെ അവസ്ഥയിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ല എങ്കിൽ
उसका एहतराम न ഇത് അവഹേളനമാകുന്നു. बैत बगीचा इतफाल नहीं है। അതായത് ബയ്യത്തിനെ പരിഹസിക്കലാകുന്നു, तो बच्चों को അതിനെ നിന്ദദൃഷ്ടിയോടെ നോക്കലാകുന്നു, അതിനെ एक मुतालबा ആദരിക്കാതിരിക്കലാകുന്നു. ബയ്യത്ത് ചെയ്യുക എന്നത് दरअसल वही बैत करता है കുട്ടിക്കളിയല്ല. जिसकी पहली जिंदगी पर ബയ്യത്ത് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. और एक नई जिंदगी शुरू हो जाती है। മുൻ ജീവിതത്തിൽ മരണം ഭവിക്കുന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നത്. अल्लाह ताला के फजल തുടർന്ന് ഒരു നവജീവിതം ആരംഭിക്കുന്നു. सलाम എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ताला ता फरमा रहा है जो बैत ബയ്യത്ത് ചെയ്തതിനു ശേഷം पाक तब्दीलियां अपने अंदर पैदा करते हैं। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മാർത്ഥരായ അഹമ്മദികളെ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ ഇന്നും ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. मुबल्लिग हैं बुकीना फासो के അന്യരും അവരുടെ ഈ പരിവർത്തനത്തെ അംഗീകരിക്കുന്നു. दीनिया जगह है वहाँ ബുർക്കിന ഫാസോയിലെ നമ്മുടെ ഒരു മുബല്ലീഗ് എഴുതുന്നു, ഒരിക്കൽ അവിടെയുള്ള माली के बॉर्डर पर ഒരു സ്ഥലത്ത് और यहाँ സന്ദർശനത്തിനായി പോയിരുന്നു. जमात की क्योंकि वहाँ भी അത് മാലിയുടെ അതിർത്തിയിലുള്ള ജമാഅത്താണ്. वहाँ की एक അവിടെ ജമാഅത്തിന് ശക്തമായ എതിർപ്പാണുള്ളത്. विदरागु याकूबू साहब ने कहते हैं मुझे बताया കാരണം അവിടെയും വഹാബികൾ ഏറെയുണ്ട്. बावजूद मुखालफत के ये इमाम പറയുന്നു, के हैं लेकिन അവിടെയുള്ള ഒരു പള്ളിയിലെ ഇമാം सच्चाई है ഇദ്രാഗോ യാക്കൂബി സാഹിബ് मौलवियों की तरह नहीं। എതിരാളിയായിരുന്നിട്ട് പോലും അദ്ദേഹം പറയുകയാണ്, बावजूद मुखालफत അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള സത്യസന്ധതയായിരിക്കാം. ഏതായാലും गाँव में സത്യത്തെ അംഗീകരിക്കാത്ത പാകിസ്ഥാനി മൗലവിമാരെ പോലെയല്ല. പറയുന്നു, तीनों हमारे लिए എതിർക്കുന്നുവെങ്കിൽ പോലും और उन तीनों ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം ഈ ഗ്രാമത്തിൽ 3 ഉത്തമരായ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. अल्लाह ताला ने അവർ 3 പേരും ഞങ്ങൾക്ക് മാതൃകകളാണ്. അവർ 3 പേരും അഹമ്മദ് ജമാഅത്തുമായി ബന്ധപ്പെട്ടവരാണ്. फजल से जमात में आने के बाद അങ്ങനെ ജമാഅത്തിൽ വന്നതിനു ശേഷം ആളുകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ പരിവർത്തനം സംജാതമായി എന്ന് പറയാൻ എതിരാളികളും वो दूसरों के लिए നിർബന്ധിതരായിരിക്കുകയാണ്. बन जाते हैं और ये नमूना ही है। ചുരുക്കത്തിൽ ബയ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് अगर ബയ്യത്ത് ചെയ്യുന്നവർ പരസ്പരം മാതൃകകളായി മാറുന്നു. ഈ മാതൃകകളാണ് പിന്നീട് തബ്ലീഗിന്റെ മേഖലകൾ ഒരുക്കുന്നത്. इस मुल्क के हर कोने में അതിനാൽ തബ്ലീഗിന്റെ മേഖലകളെ വിശാലമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ഓരോരുത്തർക്കും അവരെവിടെ വസിക്കുന്നവരാണെങ്കിലും ശരി, ആ രാജ്യത്തിന്റെ ഓരോ കോണുകളിലും ജനങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയുന്ന തരത്തിലുള്ള മാതൃക സ്ഥാപിതമാക്കേണ്ടതാണ്. मुस्लिम अलैहिस्सलाम തൽഫലമായി തബ്ലീഗിന്റെ മേഖലകളും വിശാലമാകുന്നതാണ്. को हासिल करने की कोशिश करनी चाहिए। അതിനാൽ जो ഹദരത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഉന്നത നിലവാരം പ്രാപിക്കാൻ अहमदी का നാം ശ്രമിക്കേണ്ടതാണ്. फरमाते हैं कि लाजिम है कि इंसान ഹദരത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യഥാർത്ഥ അഹമ്മദിയുടെ നിലവാരത്തെ പരാമർശിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, മലക്കുകൾ പോലും ഹസ്തദാനം ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥ സംജാതമാക്കി വെക്കേണ്ടത് മനുഷ്യന് അനിവാര്യമാണ്. कि खुदा ताला की हैबत നമ്മുടെ ബയ്യത്തിന്റെ ഫലമായി ഈ വിശേഷം സംജാതമാകേണ്ടതാണ്. ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ അഹമ്മദികളിലും ഈ സവിശേഷത ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിന്റെ ഭയവും തേജസ്സും എല്ലാവരിലും നിലനിൽക്കേണ്ടതാണ്. തൽഫലമായി തിന്മകൾ അകലുന്നു. कि तुमने പിന്നീട് അദ്ദേഹം പറയുന്നു, ഭൗതികരെ പോലെ കഴിയുകയാണെങ്കിൽ मेरे हाथ पर तौबा करना എന്റെ കയ്യിൽ തൗബ ചെയ്തതിന്റെ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. एक और पैदाइश हासिल करो എന്റെ കയ്യിൽ തൗബ ചെയ്യുന്നത് ഒരു മരണത്തെ ആവശ്യപ്പെടുന്നു. तो कोई नतीजा इसका നിങ്ങൾ നവജീവിതത്തിൽ മറ്റൊരു ജനനം കരസ്ഥമാക്കുന്നതിനായി खुदा दिल का एक പറയുന്നു, ബയ്യത്ത് ഹൃദയാത്മന അല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്റെ ബയ്യത്ത് കൊണ്ട് उसके गुनाह ഹൃദയത്തിന്റെ അംഗീകാരമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതിനാൽ സത്യഹൃദയത്തോടെ എന്നെ സ്വീകരിക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനും കാരുണ്യവാരിധിയുമായ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. तौबा के मयार തൽഫലമായി അവർ दिली है। മാതാവിന്റെ വയറ്റിൽ നിന്നും ജനിച്ചവരെ പോലെയായിത്തീരുന്നു. മലക്കുകൾ അപ്പോൾ അവരെ സംരക്ഷിക്കുന്നു. തൗബയുടെ ഈ ഒരു നിലവാരവും പരിശുദ്ധ പരിവർത്തനവുമാണ് तुम्हारा वजूद നമ്മിൽ ഓരോരുത്തരും തങ്ങളിൽ സംജാതമാക്കാനായി ശ്രമിക്കേണ്ടത്. और तुम बिल्कुल ആ മഹാത്മാവ് പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം വ്യതിരിക്തമാകേണ്ടതാണ്. തികച്ചും आप एक जगह ഒരു പുതുജീവിതം കരസ്ഥമാക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറേണ്ടതാണ്. हासिल करनी चाहिए നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ആയിത്തീരരുത്. और
और बैत की മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനം കരസ്ഥമാക്കേണ്ടതാണ്, और खौफ खुदा അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. ബൈഅത്ത് ചെയ്യുന്ന ആൾ को पहचान कर തന്നിൽ യഥാർത്ഥ പരിവർത്തനവും ദൈവഭയവും സംജാതമാക്കുകയും യഥാർത്ഥ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് फिर बैत से कुछ फायदा नहीं। തങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിശുദ്ധ മാതൃക ഉണ്ടാക്കി കാണിക്കുക എന്നതാണ് ബൈഅത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. फिर इसके वास्ते ഇതില്ല എങ്കിൽ ബയ്യത്ത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മാത്രമല്ല, ഈ ബയ്യത്ത് അവരെ കൂടുതൽ और सोच समझ कर ശിക്ഷയ്ക്ക് मानी करना सख्त खतरनाक है। അർഹരാക്കി മാറ്റുന്നു. फिर एक കാരണം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം മനഃപൂർവ്വം ബോധപൂർവം ധിക്കരിക്കുന്നത് വളരെയധികം ഗുരുതരമായ കാര്യമാകുന്നു. गुरु हाथ में മറ്റൊരിടത്ത് പറയുന്നു, ബയ്യത്തിന്റെ യഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുണ്ടാവുക എന്നതാണ് ബയ്യത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി മുഖത്തോട് മുഖം നോക്കി കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്തു, बैत बेफायदा है। യഥാർത്ഥ ഉദ്ദേശത്തെയും ലക്ഷ്യത്തെയും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. और उसकी खुदा അത്തരക്കാരുടെ ബയ്യത്ത് നിഷ്ഫലമാണ്. नहीं इस बैत അതായത് കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്യുക എന്നാൽ ഉദ്ദേശം മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നിഷ്ഫലമാണ്. बैठा അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. और गर्ज व गायत को मानकर बैत करता है। दूसरा शख्स है जिसने हाथ में हाथ दे के बैत तो नहीं की, എന്നാൽ മറ്റൊരു വ്യക്തി बैठा हुआ है, ആയിരക്കണക്കിന് മൈൽ ദൂരത്തിരുന്നുകൊണ്ട് സത്യഹൃദയത്തോടുകൂടി उसकी हकीकत समझा है। ഉദ്ദേശ ലക്ഷ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്യുന്നു. അതായത് മറ്റൊരു വ്യക്തി കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്യുന്നില്ല, अमली इस्लाम എന്നാൽ ആയിരക്കണക്കിന് മൈൽ ദൂരെ ഇരുന്നു കൊണ്ടാണ് ബയ്യത്ത് ചെയ്യുന്നത്. ബയ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ना चलने वाले അതിന്റെ യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കുന്നു. പിന്നീട് ഈ പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട് തന്റെ കർമ്മങ്ങളെ ശരിയാക്കുന്നു. അവർ മുഖാമുഖം ഇരുന്നു കൊണ്ട് കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്ത അതിനനുസരിച്ച് പാലിക്കാത്തവരെക്കാൾ ആയിരക്കണക്കിന് और बैत മടങ്ങ് ഉത്തമരാകുന്നു. ഇതാണ് ബയ്യത്തിന്റെ യാഥാർത്ഥ്യം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ഉദ്ദേശവും ഇത് തന്നെയാണ്. ബയ്യത്തിന്റെ യാഥാർത്ഥ്യം അറിയേണ്ടത് അനിവാര്യമാണ്. जब आपकी बयान फरमूदा മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം बैत पर गौर നിർദ്ദേശിച്ച ബയ്യത്തിന്റെ 10 നിബന്ധനകളിൽ ചിന്തിക്കുമ്പോഴാണ്, अमल होगा। പിന്നീട് അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബയ്യത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. किस तरह अफ्रीका के दूर दराज इलाके में बैठे हुए लोग बैत करके अपने माहौल में नमूना बन रहे हैं। ഞാനിപ്പോൾ ഒരു ഉദാഹരണം നൽകിയിരുന്നു. ആഫ്രിക്കയുടെ വിദൂര ദേശങ്ങളിലുള്ളവർ ബയ്യത്ത് ചെയ്തുകൊണ്ട് സ്വന്തം പ്രദേശങ്ങളിൽ എപ്രകാരമാണ് മാതൃകളായി തീരുന്നതെന്നത്. ये नमूने हैं जो हमने कहा। യഥാർത്ഥ മുസ്ലിങ്ങളാകണമെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൽ അന്വേഷിക്കണമെന്ന് എതിരാളികൾ പോലും പറയാൻ നിർബന്ധിതരായിത്തീരുന്നു. देता हूँ ഈ ഒരു മാതൃകയാണ് നാം സ്ഥാപിക്കേണ്ടത്. कि शरायत बैत में से एक शर्त ये भी है, നവ അഹമ്മദികളുടെ ഏതാനും ചില മാതൃകകൾ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. मोहब्बत और खुबत का ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുള്ള ബയ്യത്തിന്റെ 10 നിബന്ധനകളിൽ ഒന്ന് ആ മഹാത്മാവുമായുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധം इजहार करते हैं। എല്ലാ ഭൗതിക ബന്ധങ്ങളെക്കാളും സമുന്നതമായിരിക്കണമെന്നതാണ്. तो किस तरह अल्लाह ताला ने उनके दिलों ഇന്നും വിദൂര നാടുകളിൽ വസിക്കുന്നവർ ഇത് പ്രകടിപ്പിക്കുന്നു. रशी അവസരം കിട്ടുമ്പോഴെല്ലാം അവിടെയുള്ളവരിൽ എത്തരത്തിലുള്ള വിശ്വാസ പ്രകടനമാണ് കാണിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. गैर मामूली तौर पर आगे बढ़ റഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബയ്യത്ത് ചെയ്യുന്നവരെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസത്തിലും ആത്മാർത്ഥതയിലും അസാധാരണമായ നിലയിൽ മുന്നേറുകയാണ്. अपने मुल्क അവരിൽ ചിലർ കഴിഞ്ഞ വർഷത്തെ കാദിയാൻ ജലസയിലും പങ്കെടുത്തിരുന്നു. उनमें से एक साहब ने लिखा മടങ്ങി വന്നതിന് ശേഷം कि इस मुबारक അവർ के बारे में തങ്ങളുടെ कुतुब में पढ़ा, പ്രതികരണങ്ങൾ എനിക്ക് എഴുതി അറിയിച്ചിരുന്നു. അതിൽ ഒരു വ്യക്തി എഴുതുന്നു, इस जमीन पर ഈ പരിശുദ്ധ നാടിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളിൽ വായിച്ചിരുന്നു, इस्लाम के वक्त ടിവിയിൽ കണ്ടിരുന്നു. हम पर भी तारीफ हो। എന്നാൽ ഞങ്ങൾ അവിടെ കാലെടുത്ത് വെച്ചപ്പോൾ सांस लेना बहुत आसान था, മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ അവസ്ഥ ഞങ്ങളിൽ രൂപപ്പെട്ടു. हत्ता कि इसके ख्यालात तक अल्लाह ताला की इबादत ഇവിടെ ശ്വസിക്കുക വളരെ എളുപ്പമായിരുന്നു. ലോകത്തെയും അതിലുള്ളതിനെയും വിസ്മരിച്ചു പോകുമായിരുന്നു. इसको അവിടെ കണ്ടതും അനുഭവിച്ചതും വാക്കുകളിൽ വിവരിക്കുക അസാധ്യമാകുന്നു. कि अल्लाह ताला के फजल करम से मुझे कादियान जाने और रसूल करीम सल्लल्लाहु अलैहि वसल्लम के हुक्म के मुताबिक മറ്റൊരു സുഹൃത്ത് എഴുതുന്നു, मेहदी आखिर അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കാദിയാനിൽ പോകുന്നതിനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് അവസാന കാലഘട്ടത്തിലെ മെഹദി അലൈഹി ഇസ്ലാമിന് സലാം എത്തിക്കുന്നതിനുള്ള തൗഫീക്കും ലഭിച്ചു. ഞാൻ ആദ്യമായി അഹമ്മദിയ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയുണ്ടായി. अपना सामान जल्दी से കാരണം അവരുടെ ദേശത്ത് പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നതിന് അനുവാദമില്ല. सोचने
सोचते सोचते मस्जिद पहुंचा। അന്നേരം ഞാൻ എന്റെ വസ്തുക്കൾ വേഗത്തിൽ വെച്ചുകൊണ്ട് 2 रकत नमाज പെട്ടെന്ന് വുളുവെടുത്ത് एक अहमदी भाई से पूछा ഇത് മസീഹ് മൗദിന്റെ പള്ളിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് 2 റക്കാത്ത് നമസ്കാരം അനുഷ്ഠിച്ചു. ये मस्जिद दारुल अनवार है, इस പിന്നീട് ഒരു അഹമ്മദി സഹോദരനോട് ചോദിച്ചു, ഇത് ഇമാം മെഹദി അലൈഹി ഇസ്ലാമിന്റെ പള്ളിയാണോ? बहरहाल അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് മസ്ജിദ് ദാറുൽ അൻവാർ ആകുന്നു. അപ്പോൾ ഞാൻ അല്പം നിരാശനായി पर गए। എന്റെ മറ്റ് സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോയി അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഏതായാലും സുബൈ നമസ്കാരം ഞങ്ങൾ അതേ പള്ളിയിൽ അനുഷ്ഠിച്ചു. പിന്നീട് ഇമാം മെഹദി അലൈഹി ഇസ്ലാമിന്റെ മക്ബറയിൽ പോയി ദുആ ചെയ്തു. അന്നേരം എന്റെ ഹൃദയം ദൈവിക സ്തുതിയിൽ ഭരിതമായിരുന്നു. അത് വാക്കുകളിൽ പ്രകടിപ്പിക്കുക അസാധ്യമാണ്. वो घर जहां इमाम मेहदी अलैहिस्सलाम അതിനുശേഷം ഞങ്ങൾ കാദിയാനിലെ എല്ലായിടത്തും ചുറ്റി നടന്നു. ഇമാം മെഹദിയുടെ പള്ളി, ബൈത്തുൽ ഫിഖർ, ബൈത്തുൽ ദുആ, ഇമാം മെഹദി അലൈഹി ഇസ്ലാം ജനിച്ച വീടും और वो ऐसी हालत तारी हुई जो വളർന്നതും നോമ്പനുഷ്ഠിച്ചതുമായ മുറികളും, लगा जैसे दिमाग चकरा गया हो। പിന്നീട് മസ്ജിദ് നൂറിലും പോയി. അവിടെയെല്ലാം ദുആ ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. വിവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉടലെടുത്തിരുന്നത്. മനസ്സ് മറിഞ്ഞതുപോലെ തോന്നി. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോയി. അതിനാൽ ഞാൻ എന്നെ സൗഭാഗ്യവനായി പരിഗണിക്കുകയാണ്. मौका नहीं मिला कि कादियान जा सकें। ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നവരാണിവർ. കാദിയാനിൽ പോകാൻ അവസരം ലഭിക്കാത്ത ധാരാളം പേരുണ്ട്. എന്നാൽ ആത്മാർത്ഥതയിലും കൂറിലും ഔന്നത്യത്തിലാണിവർ. अपनी दुनिया അവരുടെ കത്തുകൾ എനിക്ക് വരാറുണ്ട്. अपनी रूहानियत की फिक्र इनमें है। അതിൽ അവരുടെ ആത്മാർത്ഥതയും കൂറും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. मैं जब सिंगापुर गया हूँ ഭൗതിക ആവശ്യങ്ങളെക്കാൾ കൂടുതലായി ആത്മീയതയെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക്. और बड़ा लंबा सफर करके आए थे। കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ बाद അവിടെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എത്തിയിരുന്നു. पैसे नहीं थे तो अगर उनकी थोड़ी സാധുക്കളായ അവർ നീണ്ട യാത്ര ചെയ്തായിരുന്നു എത്തിയത്. उन्होंने किराया पूरा അവരിൽ ചിലർക്ക് മതിയായ യാത്രാ ചിലവ് പോലും ഉണ്ടായിരുന്നില്ല. തൽഫലമായി അല്പമുണ്ടായിരുന്ന അവരുടെ സ്ഥലവും മറ്റും വിറ്റിട്ടായിരുന്നു സിംഗപ്പൂരിൽ എത്തിച്ചേർന്നത്. ये नहीं था दुनियावी जरूरियात पूरी करें, बल्कि ये था कि हमारे बच्चे दीन पर कायम रहें। ഭൗതിക ആവശ്യങ്ങൾ जिस इनाम को हमने पा लिया है പൂർത്തിയാക്കുന്നതിനായിരുന്നില്ല അവരുടെ യാത്ര, മറിച്ച് തങ്ങളുടെ സന്താനങ്ങൾ ദീനിൽ നിലനിൽക്കണം. फिर खिलाफ ഞങ്ങൾ കരസ്ഥമാക്കിയ ആ അനുഗ്രഹം അത് പാഴായി പോകരുത് എന്ന ചിന്തയായിരുന്നു അവർക്ക്. का इजहार था। സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വികാരം ഇത്തരത്തിലുള്ളതായിരുന്നു. फिर एक और मिसाल ഖിലാഫത്തുമായുള്ള അനുരക്തിയും അസീമിതമായിരുന്നു. കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ള സ്നേഹവും സഹോദര്യവുമായിരുന്നു അത്. अखुवत का इजहार भी है। മറ്റൊരു ഉദാഹരണം സമർപ്പിക്കാം. यहाँ से अमीर साहब അത് ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതിന്, സഹോദര്യബന്ധം പ്രകടിപ്പിക്കുന്നതിനും മാതൃകയാണ്. ഫ്രാൻസിൽ നിന്നും അമീർ സാബ് എഴുതുന്നു, നവ അഹമ്മദിയായ आखिर में जलसा सालाना അബ്ദുൽ അസീസ് സാബ് കഴിഞ്ഞ 3-4 മാസങ്ങളായി ജോലി അന്വേഷിക്കുകയായിരുന്നു. അതിനിടയിൽ फजल मुसीब ने भी शामिल ജൂൺ മാസാവസാനം ജർമ്മനിയിൽ വാർഷിക സമ്മേളനം നടക്കുന്നതാണെന്നും അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതിൽ ഖലീഫ തിരുമനസും പങ്കെടുക്കുന്നതാണെന്നും പറഞ്ഞു. उनकी बड़ी ख्वाहिश है അപ്പോൾ कि मुलाकात എന്ത് വില കൊടുത്തും ജലസയിൽ പങ്കെടുക്കുന്നതാണെന്നും ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച തന്റെ അഭിലാഷമാണെന്നും कहते हैं അദ്ദേഹം പറയുകയുണ്ടായി. जाने के लिए दोबारा रब्ता किया गया तो उन्होंने बताया कि आज ही അവസാനം मिली है। अगर वो शुरू ही ജൂൺ 2-ാം തീയതി ജർമ്മനിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് അദ്ദേഹവുമായി വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാണ് ഒരു ജോലി കിട്ടിയത്. തുടക്കത്തിൽ തന്നെ അവധിയെടുക്കുകയാണെങ്കിൽ ആ ജോലി ഇല്ലാതാകുന്നതിനുള്ള സാധ്യതയുണ്ട്. यूरोप में वो ऐसे हैं कि नौकरी मुश्किल से मिलती है। അദ്ദേഹം ഒരു നവ അഹമ്മദിയാണ്. ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ജോലി കിട്ടുക വളരെ പ്രയാസമാണ്. इसके बावजूद उन्होंने कहा അധികം പേർ, ലക്ഷക്കണക്കിന് പേർ जलसा सालाना पर जाएंगे। തൊഴിൽരഹിതരാണ്. अगर नौकरी जाती है तो जाए, मैं तो खलीफतुल मसीह से मुलाकात के लिए जरूर എന്നിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞത്, जाऊंगा। उन्होंने എന്തായാലും ജലസാസാനയിൽ പങ്കെടുക്കുന്നതാണ്, ജോലി പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ നിശ്ചയമായും ഖലീഫത്തുൽ മസീഹിനെ കാണുന്നതിനായി പോകുന്നതാണ്. फिर मालिक അൽഹംദുലില്ലാ അദ്ദേഹം ജലസയിൽ പങ്കെടുത്തു. कि हमारी रीजन നേരിട്ടുള്ള ബയ്യത്തിൽ അദ്ദേഹം പങ്കാളിയാവുകയും ചെയ്തു. कोलू वाली साहब एक कंपनी में मुलाजिम, മാലയിൽ നിന്ന് നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, खुदावल अहमदिया की मीटिंग के लिए ഞങ്ങളുടെ റീജിയനിലെ ഒരു നവ അഹമ്മദി उस वक्त उनकी कंपनी की भी बहुत ആദം കോലൂബാലി സാഹിബ് ഒരു കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ ഖുദ്ദാമുൽ അഹമ്മദിയുടെ മീറ്റിംഗിനായി വിളിപ്പിച്ചു. तो नौकरी से അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു സുപ്രധാന മീറ്റിംഗും ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ സാധ്യതയുള്ള വിഷയത്തിലായിരുന്നു മീറ്റിംഗ്.
എന്നാൽ അത് പരിഗണിക്കാതെ തന്നെ അദ്ദേഹം ജമാഅത്തിന്റെ മീറ്റിംഗിൽ സംബന്ധിച്ചു. और यही गुमान ജമാഅത്തിന്റെ മീറ്റിംഗിന് ശേഷം कंपनी का मालिक അദ്ദേഹം नाराज होगा। കമ്പനിയിലെ മീറ്റിംഗിനെത്തിയപ്പോൾ दीन को दुनिया पर मुकदमा സമയം വളരെ വൈകിയിരുന്നു. पर കമ്പനിയുടെ ഉടമസ്ഥൻ വളരെ ദേഷ്യപ്പെടും എന്ന് തന്നെ അദ്ദേഹം ചിന്തിച്ചു. हुआ എന്നാൽ ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്ന ഈ അഹമ്മദ്യത്തിന്റെ സേവകന്റെ മേൽ ദേഷ്യപ്പെടുന്നതിന് പകരം കമ്പനിയുടെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ വളരെ പ്രസന്നത പ്രകടിപ്പിച്ചു. ഉപഹാരമായി അദ്ദേഹത്തിന് ഒരു ബൈക്ക് നൽകുകയും ചെയ്തു. ഈ ഉപഹാരം തനിക്ക് അഹമ്മദ്യത്തിന്റെ അനുഗ്രഹത്താണ് ലഭിച്ചത് എന്നാണ് ഈ നവഹമ്മദിയുടെ ദൃഢവിശ്വാസം. कि दीन को दुनिया पर मुकदम रखने का इन्होंने अहद निभाया और अल्लाह ताला ने भी फिर इनको नवाजा। അവരുടെ ആത്മാർത്ഥതയാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞ നിറവേറ്റിയത്. അള്ളാഹുവും അവർക്ക് അനുഗ്രഹം നൽകുകയുണ്ടായി. नई नई नौकरियां, ഇവിടെയും ജലസയിൽ എനിക്ക് ചിലരുമായി കാണാൻ സാധിച്ചു. लेकिन बहुत से ऐसे भी यहाँ हैं അതിൽ ഒന്ന് രണ്ടുപേരെ എനിക്കറിയാം, ഫിജിയിലുള്ളവരായിരുന്നു, പുതിയ പുതിയ ജോലി ലഭിച്ചവരായിരുന്നു. എന്നാൽ ജോലിയെല്ലാം ഉപേക്ഷിച്ചാണ് വന്നത്. ജലസയിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ജോലി കാരണത്താലോ മറ്റു കാരണത്താലോ ജോലിയുടെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ജലസയിൽ പങ്കെടുക്കാത്ത ധാരാളം പേർ ഇവിടെയുണ്ട്. फिर അവർക്ക് ജലസയിൽ പങ്കെടുക്കണമായിരുന്നു, അതിനായി വരണമായിരുന്നു. एक और मिसाल देखें ഇനി कि दीन का इल्म हासिल ഒരു करने വിദൂര രാജ്യത്ത് വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയുടെ ഒരു മാതൃക നോക്കുക. ताला ने उन पर कैसा फजल फरमाया। आईवी कोस्ट से ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനുള്ള അഭിവാജ്ഞ എത്രത്തോളമായിരുന്നു. कहते हैं कि अहमदी होने के बाद അള്ളാഹു പിന്നീട് अल्लाह ताला അവരിൽ എത്തരത്തിലാണ് അനുഗ്രഹങ്ങൾ വർഷിച്ചത്. ഐവറി കോസ്റ്റിലെ ने इस्लाम की ഉമർ സാഹിബ് പറയുന്നു, निशानात दिखाए। അഹമ്മദിയായതിനു ശേഷം അള്ളാഹു എനിക്ക് ദുവാ സ്വീകാര്യതയുടെയും ഇമാം മെഹദി അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിന്റെയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നു. कहते हैं जिससे मेरे ഓരോ ദിവസവും കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ നിയോഗോദ്ദേശം, അള്ളാഹുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുക. പറയുന്നു, തൽഫലമായി എന്റെ വിശ്വാസം ദൃഢതയാർജിച്ചു വന്നു. ഐവറി കോസ്റ്റിലെ ജലസ സമീപസ്ഥമായി. ജലസയിൽ പങ്കെടുക്കുന്നതിനായുള്ള യാത്രാ ചെലവ് കയ്യിലില്ലാത്ത തരത്തിൽ സാമ്പത്തിക നില മോശമായിരുന്നു. अब जलसे की अहमियत का ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, മഹദി സത്യവാനാണ്, എനിക്ക് അദ്ദേഹത്താൽ സ്ഥാപിതമായ ജലസയിൽ പോകേണ്ടതുണ്ട്. अपनी जनाब से मेरे ജലസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുക, ജനങ്ങളുടെ വിശ്വാസം എന്താണെന്ന്. ഓരോരുത്തരും സ്വയം ആത്മപരിശോധന നടത്തുക. जलसे में അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിന് അടയാളമായിക്കൊണ്ട് ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാ വിഭവങ്ങൾ ഒരുക്കി തന്നാലും. ഇതായിരുന്നു അദ്ദേഹം ചെയ്ത ദുആ. പറയുന്നു, ഒരു ദിവസം जलसा पर जाने में 2 रोज रह गए थे। ഒരു അനഹമ്മദി സുഹൃത്ത് ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ ജലസയിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന യാത്രാ സംഘത്തിൽ എന്റെ സംഘാടകർക്ക് അദ്ദേഹത്തിന്റെയും എന്റെയും പേര് എഴുതി കൊടുത്തു. ജലസയിൽ പോകുന്നതിന് 2 ദിവസം മാത്രമാണ് ശേഷിച്ചിരുന്നത്. എന്നാൽ ജലസയിൽ പോകുന്നതിനുള്ള ഒരു സംവിധാനവുമായിരുന്നില്ല, വഴിച്ചെലവ് കയ്യിലില്ലായിരുന്നു. मैं तो कल से आपका इंतजार कर रहा हूँ। പറയുന്നു, ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ എനിക്ക് അടുത്തൊരു ഗ്രാമത്തിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു വ്യക്തി വന്ന് എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ മുതൽ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. उस दूसरे शख्स के दिल में അദ്ദേഹം എന്റെ കയ്യിൽ 20,000 ഫ്രാങ്ക് വെച്ചു തന്നു. कि तुम उसके എന്നിട്ട് ഇത് താങ്കൾക്കുള്ളതാണ് എന്ന് പറയുകയുണ്ടായി. पैकम लेकर അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ പൈസ നൽകാനായി ചിന്ത ഇട്ടുകൊടുത്തതായിരിക്കാം. फ्रांक 2 अफराद का किराया अदा कर दिया। പറയുന്നു, ഞാൻ പൈസ വാങ്ങി അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ആ പൈസയിൽ നിന്ന് अल्लाह ताला का फजल 16,000 ഫ്രാങ്ക് നൽകി ईमान में 2 വ്യക്തികൾക്കുള്ള യാത്രാ ചെലവ് നൽകി. ബാക്കി 4,000 കയ്യിൽ മറ്റു ചെലവിന് വേണ്ടി വെക്കുകയും ചെയ്തു. നിശ്ചയമായും അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ വിശ്വാസത്തിന്റെ വർധനവിന് കാരണമായി തീരുന്നു. इसने दुनिया के बजाय അത് അദ്ദേഹം കത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. उनको माइल किया। ഭയത്തിന് ശേഷമുണ്ടായ പരിവർത്തനം ഭൗതിക ലോകത്തിനു പകരമായി അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. दुआ उनकी कबूल भी की। ഏതെങ്കിലും മനുഷ്യന്റെ അടുത്തേക്കല്ല പോയത്, മറിച്ച് അള്ളാഹു സംവിധാനം ഒരുക്കിത്തരുന്നതാണെന്ന വിശ്വാസത്താൽ ദുആയിൽ മുഴുകുകയാണ് ചെയ്തത്. അള്ളാഹു ദുആ സ്വീകരിക്കുകയും ചെയ്തു, അവരുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. किस तरह ऐसे ऐसे ईमान से पुर लोगों के दिल में शुबहात भी पैदा किए जा सकते हैं कि नऊजुबिल्लाह अहमदियत झूठी है या खुदा ताला को वजूद വിശ്വാസത്താൽ ഭരിതരായ ഇവരുടെ यकीन ഇത്തരത്തിലുള്ള ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് സംശയങ്ങൾ സംജാതമാക്കുക? അതായത് നഊദു ബില്ലാഹ് അഹമ്മദിയത്ത് വ്യാജ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യാതൊരു അസ്തിത്വമില്ല എന്നെല്ലാം. നിശ്ചയമായും ഇവർ വിശ്വാസ ദൃഢത കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം ഇവർ തങ്ങളുടെ തലമുറകളോട് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. अहमदियों को जैसा कि उन्होंने फरमाया कि पाक तब्दीलियां पैदा करो,
और अल्लाह ताला और उसके रसूल के हुक्मों पर अमल करो। ഹദ്രത്ത് മസിഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അഹമ്മദികൾ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുക്കുക, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ പ്രാവർത്തികമാക്കുക. बयान करता हूँ किस तरह अल्लाह ताला ने അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലവാരം മനസ്സിലാവുക. सलामत रखने ഇനി യൂറോപ്പിൽ വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സംഭവം കേൾപ്പിക്കാം. എങ്ങനെയാണ് അള്ളാഹു അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിൽ വിജയം നൽകിയതെന്നും की एक नौजवान बच्ची जमात की थी, അനുഗ്രഹങ്ങൾ നൽകിയതെന്നും നോക്കുക. हासिल कर रही थी, സ്വിറ്റ്സർലാൻഡിലെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, जबकि ജമാഅത്തിലുള്ള ഒരു പെൺകുട്ടി एक फर्म में काम सीखना, പ്രൊഫഷണൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയായിരുന്നു. फर्म में अकेली मुसलमान അവർക്ക് ആഴ്ചയിൽ 2 ദിവസം കോളേജിൽ പോവുകയും पढ़ने की सहूलत मुहैया की। 3 ദിവസം ഒരു കമ്പനിയിൽ ജോലി പഠിക്കണമായിരുന്നു. ആ കമ്പനിയിൽ പ്രസ്തുത പെൺകുട്ടി മാത്രമായിരുന്നു മുസ്ലിമായിട്ടുണ്ടായിരുന്നത്. കമ്പനിയിൽ നമസ്കരിക്കുന്നതിനുള്ള സംവിധാനവും തയ്യാറാക്കിയിരുന്നു. मुख्तसर अरसे में ആ പെൺകുട്ടി കമ്പനിയിൽ ചേർന്നതിന് ശേഷം, കോഴ്സ് തുടങ്ങിയ ശേഷം അവിചാരിതമായി ആ കമ്പനിക്ക് അധിക ലാഭം ലഭിക്കാൻ തുടങ്ങി. കമ്പനിക്ക് പുതിയ ഉപഭോക്താക്കൾ ലഭിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കമ്പനിക്ക് പുതിയ 2 കെട്ടിടങ്ങളും പുതിയ ജോലിക്കാരെയും വാടകയ്ക്കെടുക്കേണ്ടി വന്നു. പെൺകുട്ടി പോയിരുന്ന സ്കൂളിൽ बच्ची ने इनकार സ്പോർട്സിന്റെ ഒരു പീരീഡം ഉണ്ടായിരുന്നു. की लड़कों के साथ നീന്തൽ സ്പോർട്സിന്റെ ഭാഗവുമായിരുന്നു. ഈ പെൺകുട്ടിയോട് സ്പോർട്സ് പീരീഡിൽ की तरफ से നീന്തലിൽ ഭാഗവാക്കാകാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ആൺകുട്ടികളോടൊപ്പം നീന്തുന്നതിനെ ആ പെൺകുട്ടി വിരോധിച്ചു. പ്രത്യേകമായി തന്നെയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞു. സ്കൂൾ അധികൃതരിൽ നിന്ന് സമ്മർദ്ദമേറി വന്നു. എന്നാൽ പെൺകുട്ടി അതിനെ വിരോധിക്കുകയാണ് ചെയ്തത്. का हिस्सा है ये, സ്കൂൾ അധികൃതർ കമ്പനിയിലേക്ക് പരാതി അയച്ചു. കമ്പനിയുടെ നടത്തിപ്പുകാർ പറഞ്ഞു, നീന്തൽ ईमान पर कायम പഠിത്തത്തിന്റെ ഭാഗമാണ്, അതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതാണ്. बहरहाल എന്നാൽ പെൺകുട്ടി रवैया सख्त തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എന്തു വന്നാലും ആൺകുട്ടികളോടൊപ്പം നീന്തുന്നതല്ല എന്ന് പറഞ്ഞു. जारी नहीं रख सकी, എന്തായാലും സമ്മർദ്ദമേറി വന്നപ്പോൾ छोड़कर इसने प्राइवेट ആ പെൺകുട്ടി സ്വയം തനിക്ക് കോഴ്സ് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല എന്ന് കമ്പനിയിലേക്ക് എഴുതിയറിയിച്ചു. ने भी अजीब कुदरत का नमूना दिखाया തുടർന്ന് കമ്പനിയെ വിട്ടുകൊണ്ട് പാരലൽ കോളേജിൽ പ്രവേശനം നേടി. होने लगा। ആ പെൺകുട്ടി കമ്പനിയെ ഉപേക്ഷിച്ചപ്പോൾ അള്ളാഹുവും അസാധാരണമായ ശക്തിപ്രഭാവം കാണിച്ചു കൊടുത്തു. फारग करना पड़ा ആ കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ലാഭം നഷ്ടത്തിലേക്ക് കൂപ്പൂത്തി. जब इस नुकसान പതുക്കെ ജോലിയും ഇല്ലാതായിക്കൊണ്ടിരുന്നു. തൽഫലമായി ആളുകളെ പിരിച്ചുവിടേണ്ടി വന്നു. बरमला അവസാനം इस बात का ഈ നഷ്ടത്തിന്റെ കാരണങ്ങൾ പഠിക്കുന്നതിനായി മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ ഒരു അഹമ്മദി പരസ്യമായി പറഞ്ഞത് इस बच्ची को ഒരു बारे में ईमेल के जरिए बताया, നിഷ്കളങ്കയുടെ ശവപ്രാർത്ഥന ഏറ്റിരിക്കുന്നു എന്നതാണ്. छोड़ा तो चंद दिन तक तुम हमारी फर्म में ആ കമ്പനിയിലെ ഒരാൾ ആ കുട്ടിയോട് കത്തിലൂടെ അറിയിച്ചത് के बाद ഇങ്ങനെ എഴുതുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ ഉപേക്ഷിച്ചപ്പോൾ ഏതാനും ദിവസം വരെ നിങ്ങൾ ഈ കമ്പനിയുടെ ചർച്ചാ വിഷയമായിരുന്നു. बददुआ लगी है, പിന്നീട് ഒരിക്കലും तुम पर गुफ्तगू तुम നിങ്ങളുടെ ചർച്ച പരാമർശ വിധേയമായിട്ടില്ല. എന്നാൽ ഏതോ ഒരു അഹമ്മദി നമ്മുടെ കമ്പനിക്ക് ഒരു നിഷ്കളങ്കയുടെ ശാപപ്രാർത്ഥന ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ നിങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. मैनेजर थी, डायरेक्ट എല്ലാവരും പറയുന്നത് അനീതി കാണിക്കപ്പെട്ട നിഷ്കളങ്ക നിങ്ങളാണെന്നാണ്. तरफ कर दिया और ये बच्ची ആ കുട്ടിയെ നിത്യവും വിഷമിപ്പിച്ചിരുന്ന മാനേജരായിരുന്ന സ്ത്രീയെ पास हुई, अपना പിരിച്ചുവിട്ടു. लिया, इसको कोई तकलीफ नहीं हुई। എന്നാൽ ഈ കുട്ടി കോളേജിൽ നല്ല നിലയിൽ പഠിക്കുകയും പ്രൈവറ്റ് കോളേജിൽ നല്ല നിലയിൽ പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കി കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. भी ख्वाहिश थी उसकी, वो भी अल्लाह ताला ने ആ कुട്ടി അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് മുൻഗണന നൽകിയത്. इसमें एक सबक है। അവളുടെ ഭൗതിക ആഗ്രഹങ്ങൾ എല്ലാം തന്നെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. तो अल्लाह ताला നമ്മുടെ പെൺകുട്ടികൾക്കും ഇതിലൊരു പാഠമുണ്ട്. नहीं है, ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുക, ദൈവപ്രീതിക്ക് മുൻഗണന നൽകുക. അപ്പോൾ അള്ളാഹു കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. हैं इनकी वो लें, ഇവിടെയുള്ള എല്ലാം സ്വായത്തമാക്കേണ്ടത് അനിവാര്യമല്ല. എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല. അവരിലുള്ള നന്മകളെ സ്വായത്തമാക്കുക, बच्चों के लिए അവരിലുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതുമാണ്. लड़कियों में स्विमिंग करें और ये നീന്തുന്നത് പെൺകുട്ടികൾക്ക് നിഷിദ്ധമല്ല, तरह की तो आनी चाहिए हर एक। നീന്തേണ്ടതാണ്. എന്നാൽ പെൺകുട്ടികളോടൊത്ത് നീന്തുക. ये तो आजकल स्विमिंग का जोर पड़ गया लड़कियों को देने का। എല്ലാവർക്കും നീന്തൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നല്ലൊരു കാര്യമാണ്. जमाने में जब स्विमिंग पूल तो नहीं होते थे, नहरों पे जाके ഇക്കാലത്ത് പെൺകുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പിതാമഹി പറയുന്നു, 100 साल അക്കാലത്ത് സ്വിമ്മിംഗ് പൂളൊന്നും ഉണ്ടായിരുന്നില്ല, നദികളിൽ പോയായിരുന്നു നീന്തിയിരുന്നത്. और अपस्ट्रीम അവർ വളരെ നല്ലൊരു നീന്തൽകാരിയുമായിരുന്നു. तो हमारी औरतें भी तैरती और तैरना आना चाहिए। स्विमिंग का 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത്. ऐसा इंतजाम या इंतजामिया से करके करवाएं
ചുരുക്കത്തിൽ നമ്മുടെ സ്ത്രീകളും നീന്താറുണ്ട്. നീന്തൽ പഠിക്കേണ്ടതാണ്, നീന്തേണ്ടതാണ്. എന്നാൽ സംഘാടകരുമായി ചേർന്നുകൊണ്ട് और ये हो जाता है। यहाँ यूरोप में मैंने कई जगह इस तरह പെൺകുട്ടികൾക്കുള്ള സമയത്ത് പെൺകുട്ടികൾ മാത്രം നീന്തുന്ന സംവിധാനം ചെയ്യേണ്ടതാണ്. मुखलिस दोस्त അത് സംഭവ്യവുമാണ്. യൂറോപ്പിൽ പലയിടങ്ങളിലും അതിനായി പരിശ്രമിച്ചപ്പോൾ വിജയം ലഭിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ सईद को നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിയായ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് साइटेशन पेश की। इसमें लिखा സെയ്ദ് കോഫു സാഹിബ് എന്ന അദ്ദേഹത്തിന്റെ പേര്. कि आप इंसान हैं, അദ്ദേഹം അപ്പീൽ കോർട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഘാന ബാർ അസോസിയേഷൻ किसी किस्म की करप्शन नहीं, സാനിറ്റേഷൻ फैसला करने പാസ് ചെയ്തുകൊണ്ട് എഴുതുകയുണ്ടായി, आप शुक्रिया का तोहफा लेना भी पसंद नहीं करते, നിങ്ങൾ ഒരു മനുഷ്യൻ തന്നെയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള അഴിമതിയും ചെയ്തിട്ടില്ല. नहीं पाया जाता। മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. തീരുമാനം കൽപ്പിച്ചതിനു ശേഷം താങ്കൾ നന്ദി സൂചകമായ ഉപഹാരം പോലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. താങ്കളുടെ വ്യക്തിത്വത്തിൽ അഴിമതിയുടെ ലാഞ്ചന അല്പം പോലും കാണപ്പെടുന്നില്ല. ഘാന ബാർ അസോസിയേഷൻ താങ്കളെ സത്യസന്ധനും പരിശ്രമശാലിയും जो मुस्लिम अलैहिस्सलाम की बैत में आकर അഴിമതിരഹിത और उसकी हकीकत को समझने वाले ജഡ്ജിയുമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിനു ശേഷം അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നവർക്കുണ്ടാകുന്ന പരിവർത്തനമാണിത്. कई फैसले जमात के हक में ऐसे हुए। പാകിസ്ഥാനിലെ ജഡ്ജിമാരെ നോക്കുക. തീരുമാനം കൽപ്പിച്ചതിനു ശേഷം മൗലവിമാരെ ഭയപ്പെട്ടുകൊണ്ട് തീരുമാനം മാറ്റുന്നു. പല കേസുകളിലും ജമാഅത്തിന് അനുകൂലമായി മർദ്ദിതരുടെ അവകാശം നേടിയെടുക്കുന്നതിനായി വിധി കൽപ്പിക്കപ്പെടുകയുണ്ടായി. എന്നാൽ പിന്നീട് അതിനെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ തിരുത്തുന്നു. कोशिश करनी चाहिए कि हासिल रहे। ചുരുക്കത്തിൽ ഈ ബഹുമതിയും ഇന്ന് ജമാഅത്തെ അഹമ്മദിയക്ക് മാത്രമാണുള്ളത്. ഓരോ അഹമ്മദിയും ഈ ബഹുമതി കരസ്ഥമാക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. एक शर्त यह भी है कि अपनी खुदादाद सलाहियतों से बनी नौ को ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്ത് നിബന്ധനകളിലുള്ള ഒന്ന് किस तरह അള്ളാഹുവിനാൽ നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യകുലത്തിന് പ്രയോജനം എത്തിക്കും എന്നുള്ളതാണ്. सदर मुमलिकत सेरालियोन അന്യരിൽ നിന്നും അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രകടനം എപ്രകാരമാണ് ഉണ്ടാവുന്നത് എന്നതിന് ഞാനൊരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. में कहा कि मैं बहुत खुश हूँ। അഹമ്മദിയ ജമാഅത്ത് സെറാലിയൂണിന്റെ 52ാം ജൽസ സാലാനയിലെ തന്റെ പ്രഭാഷണത്തിൽ സെറാലിയൂലിൻ രാഷ്ട്രപതി പറഞ്ഞു, ജമാഅത്ത് അഹമ്മദിയായുടെ മാത്രമല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ ഒരു സുപ്രധാന പരിപാടിയിൽ പങ്കാളിയായിരിക്കുന്നു എന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാനിവിടെ വന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ രാഷ്ട്രത്തിനും സമുദായത്തിനും വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള സേവനത്തെ വിലമതിക്കുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനുമായിട്ടാണ്. ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ അഹമ്മദിയ ജമാഅത്തിനെ സർക്കാരും ജനങ്ങളും എത്രത്തോളം ആദരിക്കുന്നു എന്നും പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. कई सालों से सिर्फ जुबान से അഹമ്മദിയ ജമാഅത്തിന്റെ മുദ്രാവാക്യം ലവ് ഫോർ ആൾ ഹേറ്റഡ് ഫോർ നൺ എന്നതാണ്. अहमदिया का വർഷങ്ങളായി ജമാഅത്ത് ഇത് നാവുകൊണ്ട് ഉരുവിടുക മാത്രമല്ല, മറിച്ച് ഇതിന്റെ പ്രവർത്തന രൂപവും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. हर कोने में പൊതുജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങളെ അറിവിന്റെ ആഭരണത്താൽ വിഭൂഷിതരാക്കുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും സ്കൂളുകൾ തുറന്നിട്ടുള്ളത്. का ये മത വർഗഭേദമന്യേ ഞങ്ങളുടെ ജനങ്ങൾ ജമാഅത്തിന്റെ സ്കൂളുകളിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കുന്നു. अस्पताल खोल रखे हैं। ഹേറ്റഡ് ഫോർ നൺ എന്നതിന്റെ इम्तियाज अस्पतालों പ്രായോഗിക രൂപമായി ജനങ്ങളുടെ ശാരീരിക ക്ഷേമത്തിനായി ആശുപത്രികൾ തുറന്നിരിക്കുന്നു. में समझता हूँ എല്ലാ തരത്തിലുള്ള ജനങ്ങളും യാതൊരു വ്യതിരിക്തതയുമില്ലാതെ ആശുപത്രികളിൽ നിന്ന് ഫലമെടുക്കുന്നു. ഇത് ജമാഅത്തിന്റെ വിശാലമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. यहाँ आया हूँ कि आपकी इन खिदमात पर നാം എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിലനിൽക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ലക്ഷ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാഷ്ട്രപതി എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ സേവനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ അമൂല്യമായ സേവനത്തിൽ രാജ്യവും ജനങ്ങളും സന്തോഷിക്കുന്നു. ഞങ്ങൾ അഹമ്മദിയ ജമാഅത്തിനോട് കൃതജ്ഞതയുള്ളവരാണ്. बाज़ हुकूमतों के അറേബ്യയിൽ നിന്ന് ധനികരാരും വന്നില്ല. എന്നാൽ ജമാഅത്തിന്റെ ഈ പ്രഭാവവും പ്രതാപവും വളരുന്നതായി കണ്ടിട്ട് ചില രാഷ്ട്രപ്രതിനിധികൾ അവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. के बहरहाल अल्लाह करे कि इन लोगों के इंसाफ की आंख ഞങ്ങൾ നിങ്ങൾക്കായി സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതാണ് എന്ന് പറയുന്നുമുണ്ട്. ഏതായാലും അള്ളാഹു അവരുടെ നീതിയുടെ കണ്ണുകൾ തുറക്കട്ടെ, ആരോടും അനീതി പ്രവർത്തിക്കാതിരിക്കട്ടെ. काला रसूल पर अमल करने की का इजहार गैरों की तरफ से इस तरह है कि इजहार पर तबसरा ഇനി അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിലേക്ക് चेयरमैन ഉള്ള ചായ്വിനെ സംബന്ധിച്ചുള്ള അന്യരുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ്. ने अपनी तकरीर में जमात अहमदिया की 52वें जलसा सालाना के സെറാലൂണിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ ചെയർമാൻ करते हुए कहा 52ാം हाँ यूके में भी काफी दफा शिरकत
സെറാലൂൻ ജൽസ സാലാനയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രഭാഷണത്തിൽ പറയുന്നു, और इस्लामी तालीमात पर ഞാൻ UK ജൽസ സാലാനയിലും പലതവണ പങ്കെടുത്തിട്ടുണ്ട്. से जो मैंने अंदाजा लगाया അവിടുത്തെ ജനങ്ങളുടെ ഉന്നത ഗുണങ്ങളെയും ഇസ്ലാമിക അധ്യാപനങ്ങളിലുള്ള പ്രതിബദ്ധതയെയും കുറിച്ചുള്ള അറിവെനിക്കുണ്ട്. और इस बात का सबूत അതിൽ നിന്നും ഞാൻ അനുമാനിക്കുന്നത് उन्होंने कहा कि ഇസ്ലാമിന്റെ ഭാവി शामिल नहीं हो सकते तो अपनी कम അഹമ്മദ് ജമാഅത്തിലൂടെ പ്രകാശിതമാകുമെന്ന് തന്നെയാണ്. അതിന് തെളിവ് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. अपने गलत ख्यालात का പറയുന്നു, ഞാൻ പറയുകയാണ്, അഥവാ നമുക്ക് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ജമാഅത്തിന്റെ പുരോഗതിയെയും അധ്യാപനങ്ങളെയും സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളെ പ്രകടിപ്പിക്കാതിരിക്കേണ്ടതാണ്. सल्लल्लाहु अलैहि वसल्लम से ഈ ജലസയുടെ തീമിനെയും ജലസ ഹാളിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകളിലേക്കും നോക്കിയാൽ അതിലെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അഥവാ ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങളാണെന്നുള്ളതാണ്. मुस्तकबिल ഇസ്ലാമിന്റെ പ്രകാശമായ ഭാവി അഹമ്മദിയ ജമാഅത്തിന്റെ കയ്യിലാണെന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ ഈ ജലസയിൽ പങ്കെടുക്കുന്ന ആർക്കും തന്നെ സാധിക്കില്ല എന്നത് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. कि हकीकी इस्लाम അഹമ്മദിയ ജമാഅത്തിന്റെ സൗന്ദര്യം मोहब्बत ഇതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. अहमदी का അതായത് യഥാർത്ഥ ഇസ്ലാമും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റുന്നതിനുള്ള പരിശ്രമവും അഹമ്മദികളാണ് ചെയ്യുന്നത് എന്ന് അന്യരും അംഗീകരിക്കണം. कि मैं अपनी സ്പെയിനിൽ നിന്ന് खावत के साथ अपने ससुराल के ആയിഷ ബോത്തർസസ് സാഹിബ പറയുന്നു, साथ दी हैं वो आपस में बैठे അവരെനിക്ക് കത്തെഴുതി, चुगली करते हैं ഞാൻ എന്റെ അഹമ്മദി ഭർത്താവുമൊത്ത് ഭർത്തൃ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെല്ലാവരും അനഹമ്മദികളാണ്. എല്ലാവരും ഇരുന്ന് പരസ്പരം പരദൂഷണം പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. അക്കൂട്ടത്തിൽ ഇരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടാറില്ല. അതുപോലെ ബയ്യത്ത് ചെയ്തത് മുതൽ ഞാൻ പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് ഉപേക്ഷിച്ചു. അന്യ പുരുഷന്മാരുടെ സദസ്സിൽ ഇരിക്കുന്നതും ഉപേക്ഷിച്ചു. और हदीस का मुतालबा करते ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നോട് हम മോശമായി इन हालात में सब्र से പെരുമാറുന്നു. दुआ करें कि ഹദീസ് अपना अलग മനസ്സിലാക്കി തരുന്നത് പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഈ അവസ്ഥയിൽ വളരെ സഹനത്തോടുകൂടി കഴിച്ചുകൂട്ടുകയാണ്. पैदा हो रही है ദുആ ചെയ്യുക, അള്ളാഹു ഞങ്ങൾക്ക് മറ്റൊരു വീട് ഒരുക്കി തരികയും അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി കാലത്തിന്റെ ഇമാമിന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരുന്നതിനായി. ഈ ഒരു പരിവർത്തനമാണ് അവരിൽ സംജാതമാകുന്നത്. ഒരു അഹമ്മദി പെൺകുട്ടിക്ക് सलाम करना पड़ जाता है कोई जरूरत नहीं सलाम പുരുഷന്മാരുടെ ചിലപ്പോൾ സലാം പറയേണ്ടി വരുന്നു എന്നതിൽ യാതൊരു തരത്തിലുള്ള കോംപ്ലക്സും ഉണ്ടാകേണ്ടത് ആവശ്യമില്ല. से हाथ मिलाना उसकी पाबंदी होनी चाहिए इसी तरह സലാം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. अगर कोई कोशिश यही करनी चाहिए പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതാണ്. പുരുഷന്മാരും സ്ത്രീകളുമായി ഹസ്തദാനം ചെയ്യാതിരിക്കുവാനായി ശ്രമിക്കേണ്ടതാണ്. हर छोटे से छोटे हुक्म पर भी जो बजाय അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ करने की कोशिश करनी സ്വരുക്കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നിസ്സാരമായി തോന്നുന്ന കൽപ്പനയെപ്പോലും പാലിക്കുവാനായി ശ്രമിക്കേണ്ടതാണ്. फिर മറ്റൊരു വ്യക്തി എഴുതുന്നു, साहिब लिखते हैं ये गालिबन इंडिया का है जमात अहमदिया चिटियाला में गैर अहमदी उलमा और चंद शर्त മറ്റൊരു വ്യക്തി എഴുതുന്നു, ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. गोदावरी ജമാഅത്ത് അഹമ്മദിയ ചിച്ചാലയിൽ അനഹമ്മദി പണ്ഡിതന്മാരും ഏതാനും അക്രമികളായ ആളുകളും മിഷൻ ഹൌസിനെ ആക്രമിച്ചു. ഗോദാവരിയിലെ മുബല്ലിഗാണ് എഴുതുന്നത്. उन्होंने कहा कि इस मस्जिद में അവർ പള്ളിയെ ആക്രമിച്ചുകൊണ്ട് കൈവശപ്പെടുത്തി. लोग मस्जिद में आकर नमाज पढ़ना चाहें तो पढ़ सकते हैं അഹമ്മദിയ ജമാഅത്തായിരുന്നു ആ പള്ളിയെ സജീവമാക്കിയത്. आपके दिल में से അവർ പറഞ്ഞു, ഈ പള്ളിയിലുള്ള ഇമാമത്ത് ഞങ്ങളാണ് നിർവഹിക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ അള്ളാഹു ആളുകളിൽ ജമാഅത്തിനോടുള്ള ആകർഷണം എത്രത്തോളം ഇട്ടിട്ടുണ്ടെന്നാൽ എത്ര വികാരമാണ് നിറച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആരും തന്നെ അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നതിനെ വിരോധിച്ചു. जमाने के इमाम को नहीं അങ്ങനെ അവർ അഹമ്മദിൽ തന്നെ ഉറച്ചു നിൽക്കുകയുണ്ടായി. मानते ദീനിനോടുള്ള വികാരാവേശത്തിന്റെ ഒരു ഉദാഹരണമാണിത്. जो आ हजरत കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കാത്തവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് അള്ളാഹുവിനാൽ നിയോഗിതനായ ഇമാമിൽ വിശ്വസിക്കാത്തവരുടെ പിന്നിൽ എപ്രകാരമാണ് നമസ്കരിക്കുക? हमने बंदों को नहीं बल्कि अल्लाह ताला को राजी करना है കാലഘട്ടത്തിന്റെ ഇമാമിനെ നിഷേധിക്കുന്നയാളെ എങ്ങനെയാണ് ഞങ്ങൾ ഇമാമാക്കുക? खुशकिस्मत है वो ഞങ്ങൾക്ക് ദാസരെയല്ല, മറിച്ച് അള്ളാഹുവിനെയാണ് പ്രതിപ്പെടുത്തേണ്ടത്. हकीकत को समझ ഇത് സംബന്ധമായും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ने पाक तब्दीलियां अपने अंदर पैदा की हैं और करने की कोशिश ബയ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും अल्लाह ताला करे തങ്ങളിൽ ഒരു പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കിയവരും का हक अदा करने वाले അതിനായി പരിശ്രമിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. इस्लाम के दर्द को നമ്മൾ ഓരോരുത്തരെയും
അള്ളാഹു ബയ്യത്തിന്റെ കടമ നിർവഹിക്കുന്നവരാക്കി മാറ്റട്ടെ. നമ്മെ അള്ളാഹുവുമായി അടുപ്പിക്കുന്നതിനായി ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്ന വേദന മനസ്സിലാക്കുന്നവരായി നമ്മെ മാറ്റട്ടെ. ആ മഹാത്മാവ് പറയുന്നു, ഇക്കാര്യങ്ങളെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എന്റെ ജോലിയല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്റെ വാക്കുകളെ ഏതെങ്കിലും ഉപകരണം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാനും സാധിക്കില്ല എന്നും എനിക്കറിയാം. വീണ്ടും പറയുന്നു, സ്നേഹത്തിലും ആത്മാർത്ഥതയിലും പുരോഗതി കൈവരിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ചില സമയത്ത് പഴയ ശീലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ബലഹീനത കാരണത്താൽ ഭൗതിക കാര്യങ്ങളിൽ മുഴുകുന്നത് കാരണം സമുദ്ധാരണത്തിൽ അശ്രദ്ധ കാണിക്കുന്നു, ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നു. പറയുന്നു, സ്നേഹത്തിലും ആത്മാർത്ഥതയിലും പുരോഗതി കൈവരിച്ചിരിക്കാം, എന്നാൽ ചില ബലഹീനതകൾ വെളിപ്പെടുന്നു. ആ ബലഹീനതകളെയും ദൂരീകരിക്കാനായി ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, നാം പറയുന്നതിന്റെ അർത്ഥം ദീനിന്റെ മുന്നിൽ ഭൗതിക കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാത്ത തരത്തിലുള്ള തികച്ചും പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക, ദൈവത്തിൽ നിന്ന് ദൂരപ്പെടുന്നതിന് കാരണമായി തീരുന്ന നാനാതരത്തിലുള്ള അലസതകളിൽ നിന്ന് അകലുക. ഈ അവസ്ഥ സംജാതമാകാത്തതുവരെയുള്ള അവസ്ഥ ഗുരുതരമായിരിക്കും, സംതൃപ്തികർഹമായിരിക്കുകയുമില്ല. അതിനാൽ പ്രത്യേകിച്ച് നമുക്ക് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ അവസ്ഥകളെ അള്ളാഹുവിന്റെ പ്രീതിക്കനുഗുണമായ നിലയിൽ ആക്കി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله